NH66 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി കൊല്ലം ഭാഗത്തുള്ള ബൈപ്പാസിൻ്റെ ഭാഗത്താണ്. അതിമനോഹരമായ നിർമ്മിതി തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേൽഭാഗം ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇതുണ്ടോ, നല്ല വിശാലമായ 6 വരി അണ്ടർ പാസ് തന്നെ കേട്ടോ. 6 വരിയുടെ വീതിയിൽ തന്നെയാണ് ഇവിടെ അണ്ടർ പാസ് ഉള്ളത്. ഞാൻ എൻ്റെ കൂടെ തന്നെ നമ്മളെ സുഹൃത്തുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാഗാടാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശദമായ കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എത്ര ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ. ഇനി ഇങ്ങനൊരു വർക്ക് കാണണമെങ്കിൽ 100 വർഷം കഴിയണം. ഇതുപോലൊരു വർക്ക് നമ്മുടെ കേരളത്തിൽ നടക്കണമെങ്കിൽ അത്രയും നല്ല ഗംഭീരമായ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് പോകണം. ഇതൊന്നും സർവീസ് റോഡ് ഉണ്ടോ? റോഡൊക്കെ വന്നതിനൊക്കെ പിടിക്കാക്കിയിട്ടുണ്ടാവില്ല. ഫോണടിച്ചോളൂ. അങ്ങോട്ട് പോകണോ? ആ അതെ അതെ. അതുവരെയാണ് നമ്മൾ വീഡിയോ എൻ്റെ എടുത്തോളൂ. വീഡിയോ ഞാൻ ഫോണിലല്ല. വണ്ടി കൂടാതെ എന്തുവാർത്തന്നെ അതുവരെ എനിക്ക് വീഡിയോ കിട്ടിയതല്ലേ. പറ്റായ്മൊന്നുമില്ല. അപ്പം ഗൈസ്, നമ്മളിത് കാണുന്നുണ്ടല്ലേ, നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ മൂടാടിയിൽ നിന്നും കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി കൊയിലാണ്ടി ഭാഗത്തെത്തി. കൊയിലാണ്ടി മേപ്പയൂർ ഭാഗം അല്ലേ, മേപ്പയൂർ SN കോളേജിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിഗംഭീരമായ നമ്മുടെ റോഡ് വർക്കിൻ്റെ കാഴ്ചകൾ. നമുക്കിതൊന്നും ഇനി ഈ വർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വർക്കുകളൊന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ റോഡ് വർക്കിൻ്റെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു വർക്കുകൾ നടന്നത് എന്നൊക്കെ കാണാമല്ലോ. സൈഡിൽ ഭിത്തിയൊക്കെ കെട്ടിയുണ്ടോ, കോൺക്രീറ്റ് ഭിത്തി കെട്ടി സുരക്ഷിതമായ രീതിയിൽ തന്നെ 6 വരി പാത ഇവിടെ വരാൻ പോവുകയാണ്. ബൈപ്പാസ് കോഴിക്കോടേക്കുള്ള ദൂരം ഇനി വളരെ അടുത്തായി മാറുകയാണ്. കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്ത് എത്താൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകത. അതുതന്നെയാണ് നമ്മുടെ ഈ വികസനത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ ഈ റോഡിൻ്റെ വികസനത്തിൽ ഈ വേഗത്തിനെ പറ്റി നമ്മൾ പറയുമല്ലോ, എത്ര മണിക്കൂറുണ്ട് ഏകദേശം കാസർഗോഡ് തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കും? എത്ര മണിക്കൂർ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും ലാഭിക്കാൻ പറ്റില്ലേ? 4 മണിക്കൂർ ലാഭിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മുടെ മഞ്ചേശ്വരം തലപ്പാടി മുതൽ നമ്മുടെ കന്യാകുമാരി വരെയാണ് ഈ റോഡിൻ്റെ വർക്ക്. NH66 അല്ലേ? NH66 വർക്ക് വരുന്നുണ്ട്. അപ്പോൾ തലപ്പാടിയിൽ ഏകദേശം വർക്ക് നമ്മുടെ കാസർഗോഡിലെ ആദ്യത്തെ റീച്ചിൽ ഏകദേശം 75% വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ നമ്മുടെ ചെറുക്കള വരെ. ഇനി കുറച്ചും റോഡിന്റെ വർക്കിൽ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അവസാന മിനുക്ക് പണികളാണ്
ലൈനിങ് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ മേൽപ്പാലങ്ങളുടെയും പിന്നെ അണ്ടർപാസിൻ്റെ ഒക്കെ വർക്ക്. നിങ്ങൾ ഇപ്പോൾ വടകര വരെ എത്തുമ്പോൾ ഏറ്റവും വലിയ മേൽപ്പാലം മാഹി ബൈപ്പാസ് ആണോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് പാലങ്ങൾ വരുന്നത് നമ്മളെ മാഹി ബൈപ്പാസിൻ്റെ ഭാഗത്താണല്ലേ? അപ്പോൾ ഏതായാലും വലിയൊരു മാറ്റത്തിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു കേരള ഹൈവേ വർക്ക്. ഇതിന് മെയിനായിട്ട് ചുക്കാൻ പിടിക്കുന്ന 2 കമ്പനികളാണെന്ന് ഊരാളുങ്കലും വാഗാടും. 2 അതും വൻകിട കമ്പനികളാണ്. അപ്പോൾ അവരുടെ വർക്കുകൾ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ വയ്യ. ഗംഭീരമാണ്. ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള റോഡിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി. അപ്പോൾ കേരളത്തിൻ്റെ റോഡ് വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്ന എല്ലാ ചാനലുകാർക്കും നമ്മൾ നല്ലോണം സപ്പോർട്ട് കൊടുക്കണം. കാരണം വെയിലും മഴയൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു 5-6 വർഷം കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ റോഡായി മാറിയിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് കാണാൻ വേണ്ടി നമുക്ക് ഇത് ഉപകരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇപ്പം 2024 2024 19-ാം തീയതിയാണ് ഇന്ന്. ആഗസ്റ്റ് 19 ഇന്ന്. അപ്പോൾ നമ്മളിത് എനിക്ക് കാണുന്നത് 2029 2030 ആകുമ്പോൾ അന്ന് നമുക്ക് അഭിമാനിക്കാമല്ലോ, അല്ലെ? ഇതൊക്കെ കണ്ട് നമുക്കൊന്ന് ആസ്വദിക്കാമല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങളെന്നൊക്കെ ആസ്വദിക്കാമല്ലോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ പ്രവാസികളൊക്കെ ഇത് കാത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി.